അക്ഷരനഗരിക്ക് തിലകക്കുറിയായി അക്ഷര മ്യൂസിയം 15 കോടി രൂപ മുടക്കി 15,000 ചതുരശ്ര അടിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോട്ടയത്തെ അക്ഷര മ്യൂസിയം ഒക്ടോബർ 19-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. അക്ഷരനഗരിക്ക് തിലകക്കുറിയായി ആഗോളതലത്തിൽ ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്ന അക്ഷരം മ്യൂസിയം ഒക്ടോബർ 19-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുമെന്ന് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ അറിയിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കോട്ടയം നാട്ടകത്തെ അക്ഷരം മ്യൂസിയം അങ്കണത്തിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 15 കോടി രൂപ മുടക്കി 15,000 ചതുരശ്ര അടിയിലാണ് അക്ഷരം മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ഗവേഷണ സൗകര്യവും പഠനങ്ങളും നടത്താൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ കൂടി ഭാവിയിൽ ഉറപ്പാക്കുന്ന തരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ ശ്രദ്ധാകേന്ദ്രമായി മാറാൻ പോകുന്ന അക്ഷര മ്യൂസിയം ഈ ഒക്ടോബർ മാസം 19-ാം തീയതി നാടിന് സമർപ്പിക്കാൻ ഫെബ്രുവരി മാസത്തിൽ ഇതിന് തറക്കല്ലിടാൻ കഴിയും. തുടർന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ UNCC യുദ്ധകാലാടിസ്ഥാനത്തിൽ കൊണ്ടുപോയി ഏതാണ്ട് 15 കോടി രൂപ മുടക്കിയാണ് ഇപ്പൊ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ 4 ഭാഗങ്ങളാണ് ഒന്നാമത്തെ അധ്യായത്തിൽ തീരുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ ഇതിലേക്ക് പ്രധാനമായും ശ്രദ്ധ ആകർഷിക്കാൻ ഇതിന്റെ മ്യൂസിയത്തിന്റെ വർക്കുകൾ പ്രധാനമായും സെറ്റൊക്കെ അതുപോലെ തിയേറ്റർ ഉൾപ്പെടെ ഇതെല്ലാം ചെയ്തു തരാൻ വേണ്ടി കേരള മ്യൂസിയം മുന്നോട്ട് വന്നിരുന്നു. ഉദ്ഘാടന പരിപാടിയുടെ വിജയത്തിന് മന്ത്രി വി.എൻ. വാസവൻ മുഖ്യ രക്ഷാധികാരിയായി വിപുലമായ സ്വാഗത സംഘവും രൂപീകരിച്ചു. സാഹിത്യപ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് P.K. ഹരികുമാറാണ് ചെയർമാൻ. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാട്ടകം ഇന്ത്യ പ്രസ് പുരയിടത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായി അക്ഷരം മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. രാജ്യാന്തര നിലവാരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് 4 ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന മ്യൂസിയത്തിന്റെ 1ാം ഘട്ടമാണ് നിലവിൽ പൂർത്തിയാക്കുന്നത്. സാഹിത്യപ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് P.K. ഹരികുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K.V. ബിന്ദു, സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി വീണ N. മാധവൻ, ജില്ലാ കളക്ടർ ജോൺ വി. സാമുവൽ, ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ്, സഹകരണ സംഘം അഡീഷണൽ രജിസ്ട്രാർ R. ജ്യോതി പ്രസാദ്, ജോയിന്റ് രജിസ്ട്രാർ K.V. സുധീർ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ കോട്ടയത്തെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. ജനകീയ പ്രശ്നങ്ങളിൽ ജനപ്രതിനിധികൾ നിലപാട് പ്രഖ്യാപിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കുക, കൃഷിഭൂമികൾ പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്തുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത്. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ദീപിക പത്രം ഒരു ദിവസത്തെ ദീപിക പത്രം തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. ആ പത്രത്തിന്റെ മധ്യഭാഗത്ത് വേളാങ്കണ്ണി മാതാ പള്ളി, മുനമ്പത്തെ പള്ളി, അതിന് ചുറ്റും സങ്കടപ്പെട്ട് നിൽക്കുന്ന കുറെ മനുഷ്യരുടെ കഥകൾ എഴുതി ചേർത്തിരുന്നു. വഖഫ് ബോർഡ് അതിന് 1995 വഖഫ് ബോർഡിന്റെ 40ാം അനുച്ഛേദം അനുസരിച്ച് ഈ പ്രദേശം സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. യോഗത്തിൽ അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറേ വീട്ടിൽ അധ്യക്ഷനായിരുന്നു. മുൻ അതിരൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് P.P. ജോസഫ് വിഷയാവതരണം നടത്തി. ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് നടുവിലേഴം, ട്രഷറർ ജോസ് ജോൺ വെങ്ങാന്തറ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ, ഗ്ലോബൽ സെക്രട്ടറി ജേക്കബ് നിക്കോളാസ് തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും വ്യക്തമായ നിലപാടെടുക്കുവാനും അവരുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുവാനും ജനപ്രതിനിധികൾക്ക് കഴിയണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. HSLM MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ചെലവിൽ സ്മാർട്ട് അംഗനവാടി നിർമ്മിക്കുന്നു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 4ാം വാർഡ് കാക്കാഴം സൗമ്യ ഭവനിൽ ഉണ്ണികൃഷ്ണൻ സൗജന്യമായി നൽകിയ 3 സെന്റ് സ്ഥലത്താണ് അംഗനവാടി നിർമ്മാണം. അംഗൻവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം HSLM MLA നിർവഹിച്ചു. ഈ വർഷം നമ്മൾ ബഡ്ജറ്റിൽ കൂടി ഉൾപ്പെടുത്തി ബഡ്ജറ്റിന്റെ ഭാഗമായി തന്നെ 20 ലക്ഷം രൂപ വീതമുള്ള 5 അംഗനവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വർഷം 5 എണ്ണം കൂടി പുതിയ അംഗനവാടി നിർമ്മിക്കാൻ നിശ്ചയമായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് ഇവിടെ സ്ഥലം നമ്മൾ കണ്ടെത്തിയാൽ ആ സ്ഥലം ലഭ്യമാക്കപ്പെടുന്ന എല്ലാ അംഗനവാടിക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് ലക്ഷ്യം വെക്കാൻ ഒരു കാര്യം ഇപ്പം മണ്ഡലത്തിലെ പൊതുവായ പ്രവർത്തനങ്ങളിലെ എല്ലാവരും ആവശ്യപ്പെടുന്ന റോഡ് മാത്രമല്ല, അവയേറെക്കുറെ കാര്യമായി ചെയ്യുന്നുണ്ട്. ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K. സിയാദ്, അപർണ സുരേഷ്, അംഗങ്ങളായ നിഷ മനോജ്,
കെ മനോജ് കുമാർ, സി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ ആഭ്യന്തരമന്ത്രിയും CPIM PB അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ 2ാം ചരമവാർഷിക ദിനം പാർട്ടി കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ഏരിയ സെക്രട്ടറി G ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. രാമങ്കിരി സർവീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഇസ്രയേൽ, പാലസ്തീൻ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിലെ യുദ്ധ അന്തരീക്ഷത്തെക്കുറിച്ച് CB ചന്ദ്രബാബു തന്റെ പ്രസംഗത്തിൽ വിശദീകരിച്ചു. ഓട്ടോറിക്ഷയിൽ CNG അടിക്കുന്ന ആളും അനുഭവിക്കേണ്ടി വരികയല്ലേ? യുദ്ധം നടക്കുന്ന അവിടെയാ, ഉക്രൈനിലാണ്. പക്ഷെ അതിന്റെ കെടുതി അനുഭവിക്കേണ്ടി വരുന്നത് ഈ നാട്ടിലെ, നമ്മുടെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ അടക്കമാണ്. ഇത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം റഷ്യയാണ്. നമ്മുടെ പഞ്ചാബിലും ഉത്തർപ്രദേശിലും ഉണ്ടാക്കുന്ന ഗോതമ്പിനേക്കാൾ നല്ല ഗോതമ്പ് വില കുറച്ച് കിട്ടുന്ന രാജ്യമാണ് റഷ്യ. ഉക്രൈനിലും നല്ല ഗോതമ്പ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നിന്ന് ധാരാളം ഗോതമ്പ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഞാൻ താമസിക്കുന്ന അരൂരാണ്, നിങ്ങൾക്കറിയാം, കുറച്ച് പേർക്കെങ്കിലും അറിയാം. അവിടെ ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്, എലൈറ്റ് ബ്രെഡ്, നമ്മുടെ മാർക്കറ്റിലേക്ക് കിട്ടും. ഇപ്പോൾ ബ്രെഡ് കമ്പനിക്കാരൻ കഴിഞ്ഞ ദിവസം അവിടുത്തെ യൂണിയൻ്റെ ചർച്ചയ്ക്ക് ചെന്നപ്പോൾ, തൊഴിലാളിയുടെ ചർച്ചയ്ക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ ഉൽപ്പാദനം കുറച്ച് കുറവാണ്, ഇപ്പോൾ പ്രശ്നത്തിലാണ്. ഞാൻ ചോദിച്ചു എന്താ കാര്യം? നല്ല ഗോതമ്പ് കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ ഗോതമ്പ് കിട്ടാത്തത്? നല്ല ഗോതമ്പ് റഷ്യ എന്നാണ് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ വരുന്നില്ല. CPIM ജില്ലാ കമ്മിറ്റി അംഗം KK അശോകൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PV രാമഭദ്രൻ, KR പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. തലവടി BRCക്ക് ആവശ്യമായ അലമാര വിതരണം ചെയ്ത് തലവടി ലയൺസ് ക്ലബ്ബ്. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. പലവിധമായിട്ടുള്ള പ്രയാസങ്ങളാലും ഭാരങ്ങളാലൊക്കെ പ്രയാസപ്പെടുന്നുണ്ട്. എന്നാൽ ധാരാളം ആളുകളുടെ കയ്യിൽ നല്ല ധനവുമുണ്ട്. എന്നാൽ ഇതൊക്കെ സഹായിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് ഏറ്റവും പ്രധാനം. എനിക്കറിയാം, ലയൺസ് ക്ലബ്ബ് ഒരു ഇന്റർനാഷണൽ ക്ലബ്ബാണ്. സേവനമാണ് അവരുടെ ഏറ്റവും മുഖമുദ്രയായിട്ട് തന്നെ ഉള്ളത്. പ്രത്യേകിച്ച് തലവടി ലയൺസ് ക്ലബ്ബുകളെ പറ്റി പറയുമ്പോൾ എല്ലാ ലയൺസ് ക്ലബ്ബുകളും വളരെ നല്ല രീതിയിൽ പ്രാദേശികമായും അർഹതയുള്ള ആളുകൾക്ക് അതൊക്കെ എത്തിക്കുന്ന കാര്യത്തിൽ ഏറെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബ്ബാണ് നമ്മുടെ ലയൺസ് ക്ലബ്ബ് എന്നുള്ളതിലേറെ അഭിമാനമുണ്ട്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ അരുൺ, തലവടി AEO K സന്തോഷ്, ലയൺസ് ജില്ലാ ചെയർപേഴ്സൺ ജയകുമാർ, ക്ലബ് സെക്രട്ടറി വിജയകുമാർ, BPO ഗോപലാൽ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലോക അൾഷിമേഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. ന്യൂറോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സിവിൽ ജഡ്ജും സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പ്രമോദ് മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം രോഗം ബാധിച്ച രോഗികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു അവബോധനം ഇന്നത്തെ സമൂഹത്തിൽ വളരെ ആവശ്യമാണ്. കാരണം ഇതിനെ സംബന്ധിക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും കേട്ടുവരുന്നൊരു കാര്യമാണ്. കാരണം ഇതിന്റെ ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത് ഈ പല കാര്യങ്ങളും നമ്മുടെ തലച്ചോറിന്റെ പല ഭാഗങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ മറവി എന്ന് പറയുമ്പോൾ ഒരു രോഗിയുടെ പഴയകാല പല കാര്യങ്ങളും ആ രോഗിക്ക് ഒരുപക്ഷെ ഈ രോഗാവസ്ഥയിൽ പോലും ഓർത്തെടുക്കാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ഒക്കെ സാധിച്ചെന്നിരിക്കും. പക്ഷെ പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് ഈ രോഗാവസ്ഥ മൂലം അല്ലെങ്കിൽ ഈ അസുഖം ബാധിച്ചത് മൂലം മറന്നു പോകുന്നതും പ്രവർത്തിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള അവസ്ഥ ആ രോഗികളിൽ കണ്ടുവരാറുണ്ട്. യോഗത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മറിയം വർക്കി അധ്യക്ഷയായിരുന്നു. സൂപ്രണ്ട് ഡോക്ടർ A അബ്ദുൽ സലാം, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നിഷ ജേക്കബ്, ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ CV ഷാജി, സൈക്കാട്രി വിഭാഗം മേധാവി ഡോക്ടർ വിധുകുമാർ, കേരള ബ്ലഡ് ബാങ്ക് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് കോയ തുടങ്ങിയവർ സംസാരിച്ചു. മിഷൻ 2025ന്റെ ഭാഗമായി കൈനഗിരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം എക്സിക്യൂട്ടീവ് ക്യാമ്പ് നടത്തി. കൈനഗിരി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കൈനഗിരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചുറ്റുമുള്ള പഞ്ചായത്തുകളുമായി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്.
നമ്മുടെ തൊട്ടയൽവക്ക പഞ്ചായത്തുകളിലും അയൽവക്ക പ്രദേശങ്ങളിലുമൊക്കെ വികസനങ്ങൾ ഒട്ടനവധി വരുമ്പോഴും നമ്മുടെ പഞ്ചായത്തിൽ മാത്രമാണ് അത് ആ വികസനം അത്തരത്തിൽ എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുവാൻ തയ്യാറാകണം. നമ്മൾ പഠിക്കുക മാത്രമല്ല, കൈരളി പഞ്ചായത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും ഏറ്റവും നേതൃത്വം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് കൂടിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വസ്തുനിഷ്ഠപരമായി മനസ്സിലാക്കിക്കൊണ്ട് അത് ഇവിടുത്തെ ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമാണ് നമ്മുടെ ഈ ഹാളിനകത്തിരിക്കുന്ന ആളുകൾക്കുള്ളത്. കൈനകരി അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണെന്നും പരിഹാരം കാണുന്നതിനായി ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നില്ലെന്നും യോഗം കുറ്റപ്പെടുത്തി. ജനകീയ ആവശ്യം അടിയന്തരമായി പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി ഗോപകുമാർ ക്ലാസ് നയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CB രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. DCC മെമ്പർ SD രവി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നോബിൻ P ജോൺ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി D ലോനപ്പൻ, സിബിച്ചൻ കാളാശ്ശേരി, EJ ഹക്കീം, ആശ ജെയിംസ്, TP രാജു എന്നിവർ സംസാരിച്ചു. ഒക്ടോബർ 1 വയോജന ദിനത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകളിൽ നടത്തിയ പരിപാടികൾ ശ്രദ്ധേയമായി. മാന്നാർ കുരുട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് 102 വയസ്സുള്ള തങ്കമ്മയെ ആദരിച്ചു. മാന്നാർ കുട്ടമ്പേരൂർ ജിതിൻ നിവാസിൽ തങ്കമ്മയ്ക്കാണ് NSS വോളണ്ടിയേഴ്സ് വയോജന ദിനത്തിൽ ആദരവ് നൽകിയത്. കർഷക തൊഴിലാളിയായിരുന്നു തങ്കമ്മ. 102 വയസ്സായെങ്കിലും പഴയകാല ഓർമ്മകൾ അവർ കുട്ടികളുമായി പങ്കുവച്ചു. കുട്ടനാട്ടിലെ കണ്ടങ്കരിയിൽ നിന്നാണ് കർഷക തൊഴിലാളിയായ ചാത്തൻ തങ്കമ്മയെ മാന്നാറിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. തീണ്ടലെന്ന ദുരാചാരം നിലനിന്നിരുന്നതിനാൽ തനിക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലെന്ന സങ്കടവും മുത്തശ്ശി കുട്ടികളോട് പങ്കുവച്ചു. സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദനും NSS വോളണ്ടിയേഴ്സും ചേർന്നാണ് തങ്കമ്മയെ പൊന്നാടയണിയിച്ച് ആദരിച്ചത്. സ്കൂൾ വക ഉപഹാരം മാനേജർ നൽകി. ചടങ്ങിൽ വാർഡ് മെമ്പർ മധു പുഴയോരം, സെക്രട്ടറി ഗണേഷ് കുമാർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബിനു, അധ്യാപിക നിഷാരാജ്, പ്രോഗ്രാം ഓഫീസർ രമേശ് കുമാർ, വോളണ്ടിയർ ലീഡേഴ്സായ ആകാശ്, ആരതി എന്നിവർ പങ്കെടുത്തു. വയോജന ദിനത്തിൽ നെടുമുടി സൗത്ത് ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകരും കുട്ടികളും രക്ഷാകർത്താക്കളും ചേർന്ന വയോജനങ്ങൾക്ക് ആദരവ് നൽകി. സ്കൂളിലെത്തിയ വയോജനങ്ങളെ കുട്ടികൾ പനിനീർ പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത്. അവരോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചും പാട്ടുകൾ പാടിയും സന്തോഷം പങ്കുവച്ചു. PTA പ്രസിഡന്റ് GR ശ്രീ രണദിവെ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപകൻ ദിനേശ് കുമാർ, കമ്മ്യൂണിറ്റി വുമൻ ഫെസിലിറ്റേറ്റർ ഷെറീന, കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KG മോഹനൻ പിള്ള, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ആനിമ്മ, സ്റ്റാഫ് സെക്രട്ടറി VP ജസ്റ്റിൻ, അധ്യാപകർ എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഓർഫനേജ് പ്രസ് ആൻഡ് ബുക്ക് സ്റ്റോളിന്റെ ആഭിമുഖ്യത്തിലുള്ള 32ാമത് പുസ്തകമേളയ്ക്ക് തുടക്കമായി. മേള ഒക്ടോബർ 12 വരെ. പുസ്തകമേളയുടെ ഉദ്ഘാടനം അസംഷൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റാണി മരിയ തോമസ് നിർവഹിച്ചു. നമുക്കറിയാം, ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. ഡിജിറ്റൽ യുഗത്തിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ഇൻഫർമേഷനും നമുക്ക് കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ കിട്ടുമ്പോൾ പുസ്തകങ്ങൾക്കും വായനയ്ക്കുമൊക്കെ പ്രാധാന്യമുണ്ടോ എന്നുള്ളത് ഇവൻ മാതാപിതാക്കളും കുട്ടികളും ഒരുപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അങ്ങനെ ഡിജിറ്റൽ യുഗത്തില് പുസ്തകങ്ങളുടെ പ്രാധാന്യം കുറയുകയായിരുന്നെങ്കിൽ നമ്മളുടെ സ്കൂളുകളിലും നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ബാക്കിയുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ ലൈബ്രറികളുടെ നമ്പർ ഓഫ് ബുക്സ് വളരെ കൂടിക്കൂടി വരികയാണ്. അത് തന്നെ കാണിക്കുന്ന എന്താണ്, പുസ്തകങ്ങളുടെ പ്രാധാന്യം എത്രയായാലും അത് നിന്നു പോവുകയില്ല. ഉദ്ഘാടന യോഗത്തിൽ സെന്റ് ജോസഫ് പ്രസ് മാനേജർ ഫാദർ ജസ്റ്റിൻ കായംകുളത്തുശ്ശേരി അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ ചെറിയാൻ കക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാഫ് പ്രതിനിധികളായ ടെസി തോമസ്, രേഷ്മ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ചങ്ങനാശ്ശേരി പുസ്തകമേള എന്നറിയപ്പെടുന്ന ഈ പ്രദർശനം ഒക്ടോബർ 12 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മേളയിൽ പുസ്തകങ്ങൾ വാങ്ങുന്നവർക്ക് സമ്മാനങ്ങളും നൽകുന്നുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, ലൈബ്രറികൾ എന്നിവയ്ക്ക് ആകർഷകമായ ഡിസ്കൗണ്ടും മേളയിൽ ലഭ്യമാക്കുന്നുണ്ട്. SNDP യോഗം ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം ശാഖയിൽ നടത്തിയ ഗാന്ധി ജയന്തി ദിനാചരണം ശ്രദ്ധേയമായി. ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാഗാന്ധിയുടെയും പാദസ്പർശമേറ്റ ആത്മീയ കേന്ദ്രമാണ് ആനന്ദാശ്രമം. 1923-ലും 1928-ലും ശ്രീനാരായണ ഗുരുദേവൻ ആനന്ദാശ്രമം സന്ദർശിച്ചിരുന്നു. 1923-ൽ ആനന്ദാശ്രമം സ്ഥാപിതമായിരുന്നില്ല.
എന്നാൽ അക്കാലത്ത് ഇവിടം സന്ദർശിച്ചപ്പോൾ സ്ഥലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയാണ് ഗുരുദേവൻ ഈ പ്രദേശത്തിന് ആനന്ദാശ്രമം എന്ന് പേരിട്ടത്. 1928 ഗുരുദേവൻ ഇവിടം സന്ദർശിക്കുമ്പോൾ ആനന്ദാശ്രമത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് 1934 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇവിടെ എത്തി ആനന്ദാശ്രമം ഉദ്ഘാടനം ചെയ്തു. ഈ പ്രത്യേകതകൾ കണക്കിലെടുത്താണ് ആനന്ദാശ്രമത്തിൻ്റെ കോമ്പൗണ്ടിൽ ഗാന്ധി മണ്ഡപം സ്ഥാപിച്ചതും. ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രത്യേക പരിപാടികളാണ് ഇവിടെ നടത്തിയത്. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിജിയുടെ 155ാമത് ജന്മദിനം ആഘോഷിക്കുക. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന ഒറ്റ വാക്കിലൂടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ മഹാത്മാവ് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെ ഒക്കെ വലിയ സന്ദേശമാണ് പകർന്നത്. ഒട്ടേറെ സമര പരമ്പരകളിൽ ചോര പൊടിയാതെ അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ അധികൃത വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും ഇവിടെ അസമത്വമില്ലാതെ ഒരേ മനസ്സിലോടി ജീവിക്കുന്ന ആളുകളെ സൃഷ്ടിക്കുന്നതിനും സ്വന്തം രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കുന്നതിനുമായി യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ, വൈസ് പ്രസിഡന്റ് PM ചന്ദ്രൻ, ഗാന്ധി ഫോറം സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിൻ ബ്രൂസ്, യൂണിയൻ കൗൺസിലർമാരായ അജയകുമാർ, രാജു, ശാഖാ പ്രസിഡന്റ് TD രമേശൻ, വൈസ് പ്രസിഡന്റ് സജിത് റോയി, ശാഖാ സെക്രട്ടറി സന്തോഷ് രവിസദനം, SK അനിൽ, ശാഖാ കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘം പ്രവർത്തകർ തുടങ്ങിയവർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് കൈനഗിരി ഗ്രാമപഞ്ചായത്ത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടികൾ. 1014 ബയോ ബിന്നുകളുടെ വിതരണം, കൈനഗിരി KSRTC ബസ് സ്റ്റാൻഡിൻ്റെ സൗന്ദര്യവത്കരണം, തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ, ഹരിതകർമ്മസേനയ്ക്ക് സുരക്ഷാ ഉപകരണങ്ങളുടെ വിതരണം എന്നിവയുടെ ഉദ്ഘാടനങ്ങളാണ് കൈനഗിരി പഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തിയത്. KSRTC ബസ് സ്റ്റാൻഡ് സൗന്ദര്യവത്കരണവും ബയോ ബിന്നുകളുടെ വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സാധ്യമാവണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഓരോ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ. കേരളം പലതിനും ലോക മാതൃക കാണിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, അധികാര വികേന്ദ്രീകരണ രംഗത്ത്, അങ്ങനെ എല്ലാ മേഖലകളിലും ലോകോത്തര മാതൃകയായി മാറിയതിൻ്റെ പിന്നിൽ അതിവിപുലമായിട്ടുള്ള ജനകീയ പങ്കാളിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നമ്മൾ വിചാരിച്ചാൽ അസാധ്യമായിട്ടുള്ള ഒന്നും തന്നെയില്ല. മാലിന്യമുക്ത കേരളത്തിലും കേരളത്തിലെ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയോടുകൂടി സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഹരിതകർമ്മസേനയ്ക്ക് സുരക്ഷാ ഉപകരണങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ നോബിൻ P. ജോൺ വിതരണം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സബിത മനു അധ്യക്ഷയായിരുന്നു. വിവിധ വാർഡുകളിൽ തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ, വിത്ത് നടീൽ എന്നിവയുടെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് പ്രസീത മിനിൽകുമാർ നിർവഹിച്ചു. ഇവിടെ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KA പ്രമോദ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷീല സജു മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മധു C. കുളങ്ങര, കൈനഗിരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലീന മോൾ, കവിത സാബു, AD ആന്റണി, സന്തോഷ് പട്ടണം, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ക്ലീനത്തോൺ എന്ന പേരിൽ മുട്ടാർ സെൻട്രൽ റോഡിൽ വിദ്യാർത്ഥികളുടെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. രാവിലെ 9:30 മുട്ടാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവേശന കവാടമായ കൈതത്തോട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം മുതിർന്ന ഹരിതകർമ്മ സേന അംഗം പത്മിനി സദാനന്ദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂട്ടയോട്ടത്തിന് മുന്നോടിയായി കൈതത്തോട് ജംഗ്ഷനിൽ ചേർന്ന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരമ്യ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് മാലിന്യമുക്തമാക്കുക എന്നുള്ളത്. ഒക്ടോബർ 2 മുതൽ, അതായത് ഇന്ന് മുതൽ നമ്മുടെ 2025 മാർച്ച് 30 നമ്മുടെ നാട്, നമ്മുടെ കൊച്ചു കേരളം മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെ താഴെത്തട്ടിൽ നമുക്ക് തന്നിട്ടുണ്ട്. ജില്ലാതലത്തിലാണെങ്കിലും ബ്ലോക്ക് തലത്തിലാണെങ്കിലും പഞ്ചായത്ത് തലത്തിലാണെങ്കിലും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഓരോ ദിവസം നമുക്ക് കൃത്യമായ
ഭംഗിയായിട്ട് ചെയ്തു പോകാനുള്ള കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അത് എല്ലാ കാര്യങ്ങളും നമ്മുടെ സംസ്ഥാന സർക്കാർ തരുന്ന കലണ്ടർ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പഞ്ചായത്താണ് മുട്ടാർ പഞ്ചായത്ത്. ചടങ്ങിൽ വാർഡ് മെമ്പർ എബ്രഹാം ചാക്കോ അധ്യക്ഷനായിരുന്നു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രീൻ അംബാസിഡറും മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവുമായ അർജുൻ ശുചിത്വ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മെർലിൻ ബൈജു, ഡോളീസ് കറിയ, ലതീഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി എ ഭാമാദേവി, സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഈശോ തോമസ്, ഹെഡ്മാസ്റ്റർ കെ തോമസ്, NSS പ്രോഗ്രാം ഓഫീസർ ജിഷ ജോസ്, IRTC കോർഡിനേറ്റർ PV വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. മുട്ടാർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെയും റേഞ്ചർ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കൂട്ടയോട്ടത്തിൽ അണിചേർന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും വിദ്യാർത്ഥികളെ അനുഗമിച്ചു. കൂട്ടയോട്ടം സെന്റ് ജോർജ് ഹൈസ്കൂളിലെത്തിയപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ ചേർന്ന ചടങ്ങിൽ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT വിനോദ് കുമാർ സെന്റ് ജോർജ് ഹൈസ്കൂൾ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിക്കുകയും ഹെഡ്മാസ്റ്റർ KM തോമസിന് ഇത് സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ മറിയ മോണ്ടിസോറി സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. അർബൻ ഹെൽത്ത് ട്രെയിനിംഗ് സെന്ററിന്റെ പരിസര പ്രദേശങ്ങളാണ് വിദ്യാർത്ഥികൾ വൃത്തിയാക്കിയത്. 8, 9, +1 ക്ലാസ്സുകളിലെ 35ഓളം വിദ്യാർത്ഥികളാണ് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തത്. ഹെൽത്ത് ട്രെയിനിംഗ് സെന്റർ AMO ഡോക്ടർ രശ്മി ശുചീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ അനീഷ് K. ചെറിയാൻ, അധ്യാപകരായ മായ വിനോദ്, സുമ, അഞ്ജലി, രാജശ്രീ തുടങ്ങിയവർ നേതൃത്വം നൽകി. മരിയ മോണ്ടിസോറി സെൻട്രൽ സ്കൂൾ അമ്പലപ്പുഴയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ അർബൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഇന്ന് പരിസരങ്ങളൊക്കെ ഇന്ന് വൃത്തിയാക്കുകയാണ്. കുട്ടികൾക്ക് മനസ്സിലൊരു ക്ലീനിങ് മെൻറ്റാലിറ്റി ഉണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇവിടുത്തെ 9th, 11th, 8th കുട്ടികൾ സുബർണസാലെ അവരോട് പറഞ്ഞപ്പോൾ തന്നെ അവർ വളരെ ആഗ്രഹത്തോടു കൂടി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വ്യത്യസ്തമായ ഗാന്ധി ചിത്രം ഒരുക്കി വീണ്ടും ശ്രദ്ധേയനായി ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശി മഞ്ജേഷ് മോഹൻ. ഇക്കുറി ജലാശയത്തിലായിരുന്നു ഗാന്ധി ചിത്രം ഇടം പിടിച്ചത്. ഗാന്ധി ജയന്തി ദിനത്തിൽ വ്യത്യസ്തതകളോടെ ഗാന്ധി ചിത്രങ്ങൾ അണിയിച്ചൊരുക്കുന്ന കലാകാരനാണ് മഞ്ജേഷ് മോഹൻ. കരയിലും ആകാശത്തും ഗാന്ധി ചിത്രങ്ങൾ അവതരിപ്പിച്ച് കാണികളെ വിസ്മയിപ്പിച്ചിട്ടുള്ള മഞ്ജേഷ് ഇക്കുറി ജലാശയമാണ് തെരഞ്ഞെടുത്തത്. ദേശീയ പതാകയുടെ നിറങ്ങളിലാണ് ജലാശയത്തിൽ ഗാന്ധി ചിത്രം ഒരുങ്ങിയത്. പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപം വെള്ളം നിറഞ്ഞ പാടശേഖരത്തിൽ 1000 ചതുരശ്ര അടി വൃത്താകൃതിയിലാണ് ഗാന്ധി ചിത്രം. കൊറിഗേറ്റഡ് ഷീറ്റുകളിൽ വാട്ടർ കളർ ഉപയോഗിച്ചാണ് രചന. 80 പീസുകളിലായിട്ടാണ് ചിത്രം വരച്ചത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പോളിഫോം ഷീറ്റ് പീസുകൾക്കടിയിൽ ഒട്ടിച്ചെടുത്തു. മഞ്ജേഷിൻ്റെയും കൂട്ടുകാരുടെയും 7 ദിവസത്തെ അധ്വാനമാണ് ഈ വലിയ ഗാന്ധി ചിത്രം. കൊറിഗേറ്റഡ് ഷീറ്റാണ് അതിൻ്റെ ബേസ്. പിന്നെ അതിലെ വാട്ടർ കളർ ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടി പോളിഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് 2 ഇഞ്ച്. അത് 4 ഇഞ്ച് സൈസിൽ കട്ട് ചെയ്ത് ഒരു പീസിൽ 10 പീസോളം വെച്ച് ഒട്ടിച്ചാണ് ഇത് പൊക്കി നിർത്തിയിരിക്കുന്നത്. നമ്മൾ എല്ലാ വർഷവും വ്യത്യസ്തമായിട്ട് ഗാന്ധി ചിത്രം ഒരുക്കുന്നതാണ്. ഇപ്പോൾ 6-7 പ്രാവശ്യമായി. ഇതിന് മുന്നേ കഴിഞ്ഞ വർഷം ഓട്ടോ തൊഴിലാളികളെ വെച്ചാണ് ചെയ്തത്. അതിന് മുന്നേ വർഷം നമ്മൾ മാനത്തൊരു മഹാത്മാവെന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്താണ് ഗാന്ധി ചിത്രം ഒരുക്കിയത്. അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം നമ്മൾ 30,633 കുപ്പിയടപ്പം കൊണ്ട് ഗാന്ധി ചിത്രം ഒരുക്കിയതിന് നമുക്ക് ഇന്ത്യൻ ബുക്ക്, ഏഷ്യൻ ബുക്ക്, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയാണ്. നൈലോൺ നൂലിൽ ഫോർക്ക് ഷീറ്റിൽ വരച്ച് മാനത്ത് ഉയർത്തി നിർത്തിയും ഇരുമ്പ് പൈപ്പുകളിൽ തകിട് പല ആകൃതിയിൽ മുറിച്ചെടുത്ത് പ്രതിമ പോലെയും 30,000-ലധികം പ്ലാസ്റ്റിക് കുപ്പി അടപ്പുകൾ ചേർത്തും ഗാന്ധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് മഞ്ജേഷ്. മഞ്ജേഷ് ആർട്ട് എന്ന ശില്പകലാ സ്ഥാപനം നടത്തിവരുന്ന ഇദ്ദേഹം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നീ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. നീലംപേരൂർ ഗ്രാമത്തിന്റെ ആത്മാവിലേക്ക് വല്യന്നങ്ങൾ പറന്നിറങ്ങി. പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടയണിക്ക് തിരശ്ശീല വീണു. സെപ്റ്റംബർ 16 ആരംഭിച്ച പടയണിക്കാലത്തിനാണ് ഒക്ടോബർ 2 ബുധനാഴ്ച അതിപുലർച്ചെ സമാപനമായത്. നീലംപേരൂർ ഗ്രാമനിവാസികളുടെ കരവിരുതിൻ്റെ സമർപ്പണം കൂടിയാണ് പടയണി. ചൂട്ടുവയ്പോടെ ആരംഭിക്കുന്ന പടയണി ദിനങ്ങളിൽ വിവിധ കോലങ്ങൾ എഴുന്നള്ളും. പൂമരവും തട്ടുകുടയും പാറാവളയവും ആനയും ഹനുമാനും ഭീമനും പ്ലാവിലക്കോലങ്ങളും അരങ്ങേറും. സെപ്റ്റംബർ 30 ആഘോഷിച്ച മകം പടയണിയും ഒക്ടോബർ 1 ഭക്തിയോടൊപ്പം വർണ്ണവിസ്മയങ്ങളും വാരിവിതറിയ പൂരം പടയണിയുമായിരുന്നു പ്രധാന ചടങ്ങുകൾ.
ഒക്ടോബർ 1 വെളുപ്പിന് 4 പള്ളി ഉണർത്തലോടെ ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചു. തുടർന്ന് വിവിധങ്ങളായ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം രാത്രി 8 പുത്തൻ അന്നങ്ങളുടെ തേങ്ങാമുറിക്കൽ. 10 കുടംപൂജ കളി, 10:30 സർവ്വപ്രായശ്ചിത്തം എന്നിവ നടത്തി. സർവ്വപ്രായശ്ചിത്തത്തിന് ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പള്ളി ഭഗവതി ദേവസ്വം പ്രസിഡന്റ് പി കെ മനോജ് കുമാർ അനുജ്ഞ വാങ്ങൽ ചടങ്ങ് നിർവഹിച്ചു. തോത്താകളിക്ക് ശേഷമായിരുന്നു പുത്തൻ അന്നങ്ങളുടെ തിരുനട സമർപ്പണം. അർദ്ധരാത്രി 12:30 നീലമ്പേരൂർ ഗ്രാമത്തിന്റെ ഐശ്വര്യ നിറവിലേക്ക് വലിയ അന്നങ്ങൾ എഴുന്നള്ളി. അന്നങ്ങൾ, കോലങ്ങൾ, പൊയ്യാന, സിംഹം എന്നിവയുടെ എല്ലാം എഴുന്നള്ളത്തോടെ 2 ആഴ്ച നീണ്ടുനിന്ന പടയണിക്കാലത്തിന് നീലമ്പേരൂരിൽ തിരശ്ശീല വീണു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിവരാറുള്ള ചക്കുളത്തമ്മ നൃത്ത സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് സംഗീതോത്സവ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള പ്രശസ്തരായ സംഗീതജ്ഞരും കലാകാരന്മാരും കലാകാരികളും സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. സംഗീതാർച്ചനയ്ക്ക് പുറമെ ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, തെയ്യം, കോലം തുടങ്ങിയവയും അരങ്ങേറും. പങ്കെടുക്കുന്ന കലാപ്രതിഭകൾക്ക് ചക്കുളത്തുകാവ് ട്രസ്റ്റ് വക സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അറിയിച്ചു. മീഡിയ കോർഡിനേറ്റർ അജിത് പിഷാരത്ത്, തിരുവുത്സവ കമ്മിറ്റി സെക്രട്ടറി പി കെ സ്വാമിനാഥൻ, പ്രസിഡന്റ് MP രാജീവ്, D പ്രസന്നകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നവരാത്രി ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർക്കും വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന കുട്ടികൾക്കും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.